എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോളിനോമിയൽ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള നമുക്ക് അഡ്വാൻസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പം ഇത് നമുക്ക് കേന്ദ്രീയ വിദ്യാലയം ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്, പിന്നെ ടെറ്റ് അങ്ങനത്തേനൊക്കെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. HSIക്ക് മാത്രമല്ല. അപ്പം നിങ്ങൾ എല്ലാം നോക്കി പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് രണ്ടെണ്ണം നമ്മൾ ആദ്യമേ ചെയ്തിട്ടുണ്ട്, 20 ക്വസ്റ്റ്യൻ വീതം. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ quadratic polynomial p of x is divisible by x minus 4 and 2 is a zero of p of x, then find the polynomial p of x. അതായത് ഇത് കൊണ്ട് ഡിവിസിബിൾ ആണ്, എക്സ് മൈനസ് 4 കൊണ്ട് ഡിവിസിബിൾ ആണേനും പിന്നെ എന്താണ് 2 ഒരു സീറോ ആണെന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2 കൊണ്ട് ഡിവിസിബിൾ ആവില്ലേ? അപ്പൊ എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 2 ചെയ്താൽ മതിയില്ലേ? അപ്പൊ നമുക്ക് പോളിനോമിയൽ കിട്ടില്ലേ? അപ്പൊ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 4x എന്ന് പറയുമ്പോൾ മൈനസ് 6x, മൈനസ് 4 ഇൻറ്റു മൈനസ് 2 എന്ന് പറയുമ്പോൾ പ്ലസ് 8. ഏതാണ് ആൻസർ വരിക നോക്കൂ? എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8. അപ്പൊ ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If alpha and beta are the zeros of the quadratic polynomial ax square plus bx plus c, then find alpha square by beta square plus beta square by alpha square. ഇതെങ്ങനെ കാണാം? അതായത് നമ്മുടെ പോളിനോമിയൽ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. അപ്പൊ നമുക്ക് ഇതിന്ന് എന്ത് എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ആൽഫ ബീറ്റ എന്തെന്ന് എഴുതാം? സി ബൈ എ എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കൂ. അതായത് ഇതിന്റെ LCM എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും നോക്കൂ. ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 ബൈ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ എന്ന് വരില്ലേ? അപ്പൊ നമുക്ക് ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക നോക്കൂ. ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 കണ്ടുപിടിക്കണം വെച്ചെങ്കിൽ നമുക്ക് എന്ത് വരണം? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? നമ്മൾ സാധാരണ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കാണുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്ന് എഴുതാറില്ലേ? അതേപോലെ തന്നെ ഈ ആൽഫ ബീറ്റയുടെ സ്ഥാനത്ത് നമ്മൾ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ ആക്കിയാൽ നമുക്ക് ആൽഫ റേസ് ടു 4 ബീറ്റ റേസ് ടു 4 കിട്ടും. അപ്പൊ നമുക്ക് ഇതിലെ എങ്ങനെ എഴുതാം? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ അല്ലേ വേണ്ടത്? അപ്പൊ അതിനെ നമുക്ക് എന്ത് എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ഹോൾ സ്ക്വയർ, റൈറ്റ് അല്ലേ? അതായത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നുള്ളതിനെ ഞാൻ ഈ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിനെ ഇത് എഴുതി. അപ്പൊ നമുക്ക് എന്ത് വന്നു? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്ന് എഴുതി. ഇനി ഈ ഹോൾ സ്ക്വയർ ഉള്ളത് ഞാൻ ഇങ്ങനെ തന്നെ എഴുതി, മൈനസ് 2 ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ. അപ്പൊ ഇതിന് നമുക്ക് ഇനി വാല്യൂസ് കൊടുക്കാം അല്ലെ? ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? മൈനസ് ബി ബൈ എ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു സി ബൈ എ ഹോൾ സ്ക്വയർ അല്ലേ? മൈനസ് 2 ഇൻറ്റു ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ ബൈ എ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇതിന് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ അല്ലേ? ബി സ്ക്വയർ ബൈ എ സ്ക്വയർ രണ്ടിനും കോമൺ ആയി എഴുതിയ ഇതിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബി സ്ക്വയർ മൈനസ് എ 2ac എന്ന് വരും. ബി സ്ക്വയർ മൈനസ് 2ac, പിന്നെ ഒരു ഹോൾ സ്ക്വയർ ഉണ്ട് അല്ലെ? ഹോൾ സ്ക്വയർ മൈനസ് 2 സി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് വന്നില്ലേ? അപ്പൊ ഇനി നമുക്ക് എന്ത് എഴുതാം? ഇത് എ റേസ് ടു 4 ആവില്ലേ?
അപ്പൊ ബി സ്ക്വയർ മൈനസ് 2ac ഹോൾ സ്ക്വയർ ബൈ a⁴. അപ്പൊ ഇതിനെ രണ്ടിനും a⁴ ആക്കാൻ ഞാൻ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ -2ac² എന്ന് വരില്ലേ? ac² ബൈ a⁴. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂ മറ്റേതിൽ കൊടുക്കാം. ഏതില്? α⁴ പ്ലസ് β⁴ ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. ഇനി ബൈ α² പ്ലസ് β² ഉണ്ട് ഇതില്, അല്ലെ? അപ്പൊ ഇതിനെ എന്ത് എഴുതാം? ബൈ α² പ്ലസ് β² എന്ന് പറയുന്നത് എന്ത് വരും? c² ബൈ a² എന്ന് വരും. അപ്പൊ നമുക്ക് ഇത് എന്ത് വരും? a²ഉം ഇവിടെ a² മാത്രാവില്ലേ? a² പിന്നെ c² എന്നാവും. a² c² എന്നാവില്ലേ? പിന്നെ b² മൈനസ് 2ac ഹോൾ സ്ക്വയർ മൈനസ് 2 ഇവിടെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത്? a² കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, അല്ലെ? 2a² c² ബൈ എന്താണ്? a² c². അപ്പൊ ഏതാണ് ഓപ്ഷൻ? നോക്കൂ, സി എന്നുള്ളതല്ലേ ഓപ്ഷൻ. സി എന്നുള്ളത് എന്താണ്? b² മൈനസ് 2ac ഹോൾ സ്ക്വയർ മൈനസ് 2a² c² ബൈ a² c² എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് a and b so that the polynomial p of x equal to x⁴ plus x³ plus 8x² minus 8ax plus b is exactly divisible by x² minus 1. അപ്പൊ നമുക്ക് എന്താണ്? നമുക്ക് ഈ പോളിനോമിയലിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം? x² മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്ത് വേണം? 0 കിട്ടണം, അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെ x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ x⁴ പിന്നെ x² മൈനസ് x² ഇവിടെയാണ് വരിക, അല്ലെ? x³ ടേം ഇല്ല. അപ്പൊ ഇവിടെ x³ താഴേക്ക് ഇറക്കി. പിന്നെ 8x² മൈനസ് x² എന്ന് പറയുമ്പോൾ 9x² വന്നു. പിന്നെ ഈ ax-നെ താഴേക്ക് ഇറക്കി. അപ്പൊ x³ കിട്ടണം വെച്ചെങ്കിൽ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ x³ മൈനസ് x ഇവിടെ എഴുതണം. അപ്പൊ ഇവിടെ 9x² മൈനസ് a പ്ലസ് 1 ആവില്ലേ? അപ്പൊ 1 മൈനസ് a എന്ന് എഴുതിക്കൂടെ? പ്ലസ് 1 മൈനസ് a ഇൻറ്റു എക്സ് എന്ന് എഴുതിക്കൂടെ? പിന്നെ ബിനെ താഴേക്ക് ഇറക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? 9x² ആണ്. അപ്പൊ നമുക്ക് 9 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ 9x², x² ടേം പോവും. പിന്നെ -9 വരും. അപ്പൊ x ടേം എന്താണ്? 1 മൈനസ് a ഇൻറ്റു എക്സ് ആണ്. പിന്നെ എക്സ് ഒന്നും ഇല്ലാത്ത ടേം എന്താണ്? b മൈനസ് 9 അല്ലേ? b മൈനസ് -9 അല്ലേ വരിക? b മൈനസ് -9. അപ്പൊ b പ്ലസ് 9. ഇനി നമുക്ക് ഇതിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യാം, അല്ലെ? അപ്പൊ നമുക്ക് എന്താവും? 1 മൈനസ് a ഈക്വൽ ടു 0. അപ്പൊ a ഈക്വൽ ടു എന്താവും? 1 ആവും. ഇനി b പ്ലസ് 9 ഈക്വൽ ടു 0 ആവുമ്പോ b ഈക്വൽ ടു എന്താവും? -9 ആവും. അപ്പൊ a ഈക്വൽ ടു 1, b ഈക്വൽ ടു -9. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. On dividing x³ minus 2x² plus x minus 2 by a polynomial g of x, the quotient and remainder were x minus 2 and minus 2x plus 4 respectively. Find g of x. എങ്ങനെയാണ് കാണുക? അതായത് p of x ആണ് പോളിനോമിയൽ എങ്കിൽ p of x എന്ന് പറയുന്നത് g of x ഇൻറ്റു q of x പ്ലസ് r of x ആവില്ലേ? റിമൈൻഡർ r of x ആണ് വെച്ചെങ്കിൽ g of x ഇൻറ്റു q of x പ്ലസ് r of x ആവില്ലേ? അപ്പൊ നമുക്ക് ഇത് കൊടുക്കാം. എങ്ങനെയാണ്? അതായത് p of x-ന് പകരം ഞാൻ എന്ത് ചെയ്തു? x³ മൈനസ് 2x² പ്ലസ് x
മൈനസ് 2 ഈക്വൽ ടു ജി ഓഫ് എക്സ് തന്നുണ്ടോ? ഇല്ല. ജി ഓഫ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ജി ഓഫ് എക്സ് ഇൻറ്റു ഏത് ക്യൂ ഓഫ് എക്സ് എന്താണ്? മൈനസ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 അല്ലേ? എക്സ് മൈനസ് 2 പിന്നെ പ്ലസ് റിമൈൻഡർ മൈനസ് 2x പ്ലസ് 4. അപ്പൊ ഇതിന്ന് ജി ഓഫ് എക്സ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ജി ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്ത് വരും? മൈനസ് 2x പ്ലസ് 4 എന്നുള്ളത് പ്ലസ് 2x മൈനസ് 4 എന്നാവില്ലേ? അപ്പൊ എക്സ് ക്യൂബ് മൈനസ് 2x സ്ക്വയർ പ്ലസ് 3x മൈനസ് 6 എന്നാവില്ലേ? പിന്നെ ഇനി എന്ത് ചെയ്യണം? ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ ഡിവൈഡഡ് ബൈ എക്സ് ഇത് എക്സ് ക്യൂബ് മൈനസ് 2x സ്ക്വയർ പ്ലസ് 3x മൈനസ് 6 ഡിവൈഡഡ് ബൈ ഇത് എക്സ് മൈനസ് 2 അല്ലേ? അപ്പൊ നമുക്കത് ചെയ്യാം. സ്ഥലം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പൊ എങ്ങനെ ചെയ്യാം? അതായത് ഇതിനെ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ചെയ്യണം അല്ലേ? ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. അപ്പൊ ഞാൻ ഇത് മാക്കിയാണ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും നിങ്ങൾക്ക്. ഓക്കെ, എക്സ് മൈനസ് 2 ആണ് ചെയ്യണത്. അപ്പൊ എക്സ് സ്ക്വയർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ എക്സ് ക്യൂബ് മൈനസ് 2x സ്ക്വയർ എന്ന് വന്നില്ലേ? അപ്പൊ നമുക്ക് എന്ത് വന്നു? മൈനസ് 2 പ്ലസ് 2 ക്യാൻസൽ ചെയ്ത് പോയില്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ശരി, ഇങ്ങനെ തന്നെ ചെയ്യാം. എക്സ് സ്ക്വയർ പിന്നെ 3x ആണ് വരണേ അല്ലേ? അപ്പൊ പ്ലസ് 3. അപ്പൊ 3x മൈനസ് 6 എന്ന് വന്നു. അപ്പൊ 0 ആയി. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 3 എന്ന് വന്നു. ഒരു ഘടകം എന്ത് വന്നു? എക്സ് സ്ക്വയർ പ്ലസ് 3. മറ്റേ ഘടകം നമുക്കറിയാം എക്സ് മൈനസ് 2 ആണെന്ന്. ഡിവൈഡഡ് ബൈ എന്ത് വന്നു? എക്സ് മൈനസ് 2 എന്ന് വന്നു അല്ലേ? അപ്പൊ ഈ എക്സ് മൈനസ് 2 ക്യാൻസൽ ചെയ്ത് പോയില്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് 3 എന്ന് കിട്ടി. ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If x plus a is a factor of two polynomials, x square plus px plus q and x square plus mx plus n, then a is equal to. എങ്ങനെയാണ് ചെയ്യാ? എക്സ് പ്ലസ് എ ഒരു ഫാക്ടർ ആണ് വെച്ചിങ്ങ. അപ്പോൾ റിമൈൻഡർ തിയറം പ്രകാരം നമുക്ക് എന്താണ്? മൈനസ് എ എന്ന് കൊടുത്തിട്ടുണ്ട് വെച്ചിങ്ങ അത് റിമൈൻഡർ 0 ആവണം അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇതിന് മൈനസ് എ കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് എ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 0 ആവണം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും? എ സ്ക്വയർ മൈനസ് എ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 0 വന്നു. ഇനി എന്താണ്? എക്സ് പ്ലസ് എ ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതിന്റെ? ഇതിന്റെയും കൂടിയും ഫാക്ടർ ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇതിലും മൈനസ് എ കൊടുത്തു നോക്കാം. അപ്പൊ നമുക്ക് എന്ത് വരും? മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് എ എം പ്ലസ് എൻ ഈക്വൽ ടു 0 അല്ലെ? ഇതിന്റെ ഫാക്ടർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് റിമൈൻഡർ തിയറം പ്രകാരം നമുക്ക് ഈക്വൽ ടു 0 കിട്ടണം. അപ്പൊ എ സ്ക്വയർ മൈനസ് എ എം പ്ലസ് എൻ ഈക്വൽ ടു 0. അപ്പൊ നമുക്ക്
എന്ത് കിട്ടും? എ സ്ക്വയർ മൈനസ് എ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 0യും കിട്ടി. അപ്പൊ നമുക്ക് ഇതിന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് എ പി പ്ലസ് എ എം അല്ലെ, നമ്മൾ മൈനസ് ചെയ്ത മൈനസ് എ പി പ്ലസ് എ എം, ഇതിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് മൈനസ് എ പി പ്ലസ് എ എം പ്ലസ് ക്യൂ മൈനസ് എൻ കിട്ടും ഈക്വൽ ടു 0. അപ്പൊ ഇതിന്ന് നമുക്ക് എ കണ്ടുപിടിച്ചൂടെ? എ പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? എം മൈനസ് പി എന്ന് വരും ഈക്വൽ ടു എന്തെന്ന് വരും? എൻ മൈനസ് ക്യൂ എന്ന് വരും. അപ്പൊ എ ഈക്വൽ ടു എന്ത് വരും? എൻ മൈനസ് ക്യൂ ബൈ എം മൈനസ് പി. ഏതാണ് ഓപ്ഷൻ നോക്കൂ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The quotient obtained on dividing 8x raised to 4 minus 2x square plus 6x minus 7 by 2x plus 1 is 4x cube plus px square minus qx plus 3. If remainder in the division is 0, the value of q minus p is. അപ്പൊ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക നോക്കൂ. അതായത് നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങളെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 8x raised to 4 മൈനസ് 2x സ്ക്വയർ പ്ലസ് 6x മൈനസ് 7 അല്ലേ? ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താക്കി എടുക്കാം? 2x പ്ലസ് 1 ആണ്. എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? 2x പ്ലസ് 1 കൊണ്ടാണ്. അപ്പോൾ 2x പ്ലസ് 1 ആക്കി എടുക്കാം ജി ഓഫ് എക്സിനെ. ഇനി നമുക്ക് എന്താണ്? ക്യൂ ഓഫ് എക്സ് ഉണ്ട്, തന്നുണ്ട് അല്ലെ? ക്യൂ ഓഫ് എക്സ് എന്താണ്? ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് 4x ക്യൂബ് പ്ലസ് പി എക്സ് സ്ക്വയർ മൈനസ് ക്യൂ എക്സ് പ്ലസ് 3 ആണ്. ഇനി എന്താണ്? ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താവും? 2x പ്ലസ് 1 ഇൻറ്റു 4x ക്യൂബ് പ്ലസ് 4x ക്യൂബ് പ്ലസ് പി എക്സ് സ്ക്വയർ അല്ലെ? ഇവിടെ പി എക്സ് സ്ക്വയർ, പി എക്സ് സ്ക്വയർ മൈനസ് ക്യൂ എക്സ് പ്ലസ് 3. അപ്പൊ നമുക്ക് ഇത് എന്ത് വരും? 8x raised to 4 പ്ലസ് 8x raised to 4 പ്ലസ് എക്സ് ക്യൂബ് എന്ത് വരും? 2px ക്യൂബ് മൈനസ് 2qx സ്ക്വയർ പ്ലസ് 6x, പിന്നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ പ്ലസ് 4x ക്യൂബ് പ്ലസ് പി എക്സ് സ്ക്വയർ മൈനസ് ക്യൂ എക്സ് പ്ലസ് 3 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും? ഇവിടെ 8x raised to 4 ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് 8x raised to 4 എന്ന് തന്നെ എഴുതാം. പിന്നെന്താണ് വരിക? എക്സ് സ്ക്വയർ ടേമിനെ നമ്മൾ എക്സ് ക്യൂബ് ടേമിനെ ഒരുമിച്ചാക്കിയാൽ എന്ത് വരും? 2p പ്ലസ് 4 ഇൻറ്റു എക്സ് ക്യൂബ് ആവില്ലേ? പിന്നെന്താണ്? പ്ലസ് എക്സ് സ്ക്വയർ ടേമിനെ നോക്കിയിട്ട് വെച്ചെങ്കിൽ പി മൈനസ് 2q ആവില്ലേ? പി മൈനസ് 2q ഇൻറ്റു എക്സ് സ്ക്വയർ ആവില്ലേ? പ്ലസ് 6 മൈനസ് ക്യൂ ഇൻറ്റു 6 മൈനസ് ക്യൂ ഇൻറ്റു എക്സ് അല്ലേ? എക്സ് പിന്നെ പ്ലസ് 3. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ആയ കാരണം നമുക്ക് എന്ത് എഴുതാം? ഇത് ഈ പോളിനോമിയൽ ഈക്വൽ ടു ഇത് എന്ന് എഴുതിക്കൂടെ? അതായത് 8 ഏത് പോളിനോമിയലാണ്? 8x raised to 4 മൈനസ് 2x സ്ക്വയർ പ്ലസ് 6x മൈനസ് 7
ഈക്വൽ ടു 8x⁴ ഇതെന്ന് കിട്ടി. അപ്പൊ ഇനി ഇക്വേറ്റ് ചെയ്തുകൂടെ? അപ്പൊ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 2p+4 എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? -4 ആണെന്ന് കിട്ടി. 2p+4 ഈക്വൽ ടു 2. x³ അല്ലേ നമ്മൾ ചെയ്യണേ. അപ്പോൾ -2 x² ആണ്. അപ്പൊ ഇത് 0 ആണ് അല്ലേ? അപ്പൊ p ഈക്വൽ ടു എന്ത് വരും? -4/2, അതായത് 2 എന്ന് വരും. അപ്പൊ p ഈക്വൽ ടു 2 ആയിട്ട് -4/2 -2 p ഈക്വൽ ടു -2 വന്നു. അപ്പൊ q ഈക്വൽ ടു എന്താവും നോക്കൂ. q ഈക്വൽ ടു ഇതൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ഏത് ടേം ആണ് ഇക്വേറ്റ് ചെയ്യുക? 6 - q x ടേം. അപ്പൊ 6 - q ഈക്വൽ ടു 6 ആയിട്ട് വെച്ചിങ്ങ q ഈക്വൽ ടു എന്ത് വരും? 0 വരും. അപ്പൊ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? q - p ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ q 0 ആണ്, p -2 ആണ്. അപ്പൊ 0 - -2 വരും. അപ്പൊ എന്താണ്? 0 + 2 വരും, അതായത് 2 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ട്രൂ ഫോർ T for true and F for false and select the correct option. If a quadratic polynomial f of x is a square of a linear polynomial, then its two zeros are coincident. If a quadratic polynomial f of x is not factorizable into linear factors, then it has no real zeros. If graph of quadratic polynomial ax² + bx + c cuts positive direction of y-axis, then the sign of c is positive. If fourth degree polynomial is divided by a quadratic polynomial, then the degree of the remainder is 2. ഇതിലപ്പോ വായിച്ചു നോക്കിയാൽ എന്താണ് മനസ്സിലായേ? 1ഉം 2ഉം 3ഉം നമുക്ക് ട്രൂ ആണെന്ന് പറയാം അല്ലെ? നമുക്ക് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാവുന്നതാണ്. ഇനി നാലാമത്തെ എങ്ങനെയാണ് നോക്കുക? അതായത് ഒരു ഫോർത്ത് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ fourth degree polynomial is divided by a quadratic polynomial. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ x⁴ - 3x² + 7x + 3 ആണ് ഒരു ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ എങ്കിൽ, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ x² - x + 1 എടുത്തു. അപ്പം നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ചെയ്തു നോക്കുക. അപ്പം നമുക്ക് ഒരു 3x + 6 എന്നുള്ള റിമൈൻഡർ കിട്ടും. അപ്പൊ റിമൈൻഡർ 1 ആണെന്ന്, റിമൈൻഡർ ഈസ്, then the degree of the remainder is 2. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. 3x + 6 ആണ് നമുക്ക് റിമൈൻഡർ വരണേച്ചെങ്കിൽ ഇതിന്റെ ഡിഗ്രി എന്താണ്? 1 ആണ്. അപ്പൊ ഇത് ഫോൾസ് ആണ്, ബാക്കിയെല്ലാം ട്രൂ ആണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What must be subtracted from the polynomial f of x equal to x⁴ + 2x³ - 13x² - 12x + 21, so that the resulting polynomial is exactly divisible by x² - 4x + 3? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കണം അല്ലെ?
ഡിവൈഡഡ് ബൈ ഏതുകൊണ്ട് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3. അപ്പോൾ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് റേസ് ടു 4 പ്ലസ് മൈനസ് അല്ലേ ഇത് മൈനസ് 4x ക്യൂബ് പ്ലസ് 3x സ്ക്വയർ. അപ്പം എന്ത് വരും? 2x ക്യൂബ് മൈനസ് 4x ക്യൂബ് എന്ന് പറയുമ്പോൾ 6x ക്യൂബ് വരില്ലേ? 6x ക്യൂബ് പിന്നെന്താ വരിക? എക്സ് സ്ക്വയർ മൈനസ് 13 മൈനസ് 3. അപ്പം മൈനസ് 16x സ്ക്വയർ എന്ന് വരില്ലേ? പിന്നെ മൈനസ് 12x ഞാൻ താഴേക്ക് ഇറക്കിയിട്ടു. അപ്പോൾ 6x ക്യൂബ് വരണമെച്ചെങ്കിൽ ഇവിടെ 6x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6x ക്യൂബ് മൈനസ് 24x സ്ക്വയർ പിന്നെന്താണ് വരിക? പ്ലസ് 3 ആണ്. അപ്പം പ്ലസ് 18x. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് 16 പ്ലസ് 24 വരില്ലേ? അപ്പോൾ എന്താണ് വരിക? 8x സ്ക്വയർ. ഇവിടെ മൈനസ് 12 മൈനസ് 18 മൈനസ് 30x. പിന്നെ ഇതിന് താഴേക്ക് ഇറക്കിയിട്ടു അല്ലേ? പ്ലസ് 21 വന്നു. അപ്പോൾ ഇവിടെ പ്ലസ് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 8x സ്ക്വയർ മൈനസ് 32x പ്ലസ് 24 മൈനസ് 30 മൈനസ് 32 എന്ന് പറയുമ്പോൾ 2x എന്ന് വരും. പിന്നെ 21 മൈനസ് 24 എന്ന് പറയുമ്പോൾ മൈനസ് 3 എന്ന് വരും. അപ്പോൾ 2x മൈനസ് 3. റിമൈൻഡർ 2x മൈനസ് 3 എന്ന് വന്നു. അപ്പോൾ ഈ പോളിനോമിയലിൽ നിന്ന് 2x മൈനസ് 3 മൈനസ് ചെയ്യുമ്പോൾ ഏതാണ് പോളിനോമിയൽ? 2x മൈനസ് 3 ആണ് കേട്ടോ. 2x മൈനസ് 3. ഓക്കെ, ഈ പോളിനോമിയലിൽ നിന്ന് 2x മൈനസ് 3 മൈനസ് ചെയ്യുമ്പോൾ 2x മൈനസ് 3 അപ്പം മൈനസ് 2x പ്ലസ് 3 എന്ന് വരില്ലേ? അപ്പം മൈനസ് 2x എന്ന് പറയുമ്പോൾ അപ്പോൾ റിസൾട്ടിങ് പോളിനോമിയൽ എന്തായിട്ട് വരും? എക്സാക്ട്ലി ഡിവിസിബിൾ ആയിട്ട് വരും അല്ലേ? ആ റിമൈൻഡർ നമ്മൾ എന്താണ് സബ്ട്രാക്ട് ചെയ്യുക. ആ റിമൈൻഡർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ പോളിനോമിയല് റിസൾട്ടിങ് പോളിനോമിയല് എക്സാക്ട്ലി ഡിവിസിബിൾ ആയിട്ട് വരില്ലേ? അപ്പൊ നമുക്ക് ഏതാണ് ആൻസർ ആയിട്ട് പറയാൻ സാധിക്കുക? 2x മൈനസ് 3 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് പറയാൻ സാധിക്കുക. അപ്പോൾ ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. അതായത് ഈ 2x മൈനസ് 3 നമ്മൾ അതിന്ന് മൈനസ് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ അത് എക്സാക്ട്ലി ഡിവിസിബിൾ ആയിക്കൊള്ളും അല്ലേ? അപ്പൊ റിമൈൻഡർ ആണ് നമ്മൾ എഴുതേണ്ട ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ആൽഫ ബീറ്റ ആൻഡ് ആൽഫ ബീറ്റ ഗാമ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ x ക്യൂബ് പ്ലസ് px സ്ക്വയർ പ്ലസ് qx പ്ലസ് r, then find 1 by alpha beta plus 1 by beta gamma plus 1 by alpha gamma alpha. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഇതിൽ നമുക്ക് അറിയാം ഇത് എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ അല്ലേ? അതായത് മൈനസ് ബി ബൈ എ, അതായത് മൈനസ് പി. ഇനി ഇതിന്ന് എന്ത് കണ്ടുപിടിക്കാം? ആൽഫ ബീറ്റ ഗാമ കണ്ടുപിടിച്ചൂടെ? ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് മൈനസ് സി ബൈ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് സി ബൈ എ അല്ലെ? മൈനസ് ആർ ആണ്, മൈനസ് ആർ. ഇനി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇതിനെ ഞാൻ ആൽഫ ബീറ്റ ഗാമ ആണ് അതിന്റെ LCM എന്ന് വിചാരിച്ച
ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഗാമ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ എന്താണ്? ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മുകളിൽ എന്ത് വരും? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് വരില്ലേ? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ നമുക്കറിയാം മൈനസ് പി ആണെന്ന് ഇവിടുന്ന്, അല്ലേ? പിന്നെ ബൈ ആൽഫ ബീറ്റ ഗാമ എന്താണ്? മൈനസ് ആർ ആണ്. അപ്പോൾ എന്ത് വരും? പി ബൈ ആർ എന്ന് വരും. ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If alpha, beta are the zeros of the polynomial x square minus p into x plus 1 minus q, then alpha plus 1 into beta plus 1 is. എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എഴുതിക്കൂടെ? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ. അതായത് ഓക്കെ, ഇതിന്ന് എഴുതാൻ പറ്റില്ല. ഇതിനെ നമുക്ക് എന്താ എഴുതാം? എക്സ് സ്ക്വയർ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പോഴേ നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ. എക്സ് സ്ക്വയർ മൈനസ് പി എക്സ് മൈനസ് പി മൈനസ് ക്യൂ എന്നാവില്ലേ? അപ്പൊ ഇവിടെ മൈനസ് പി പ്ലസ് ക്യൂ അല്ലേ? സി എന്നുള്ളത് ഇവിടെ മൈനസ് പി എക്സ്, ഇത് എക്സ് സ്ക്വയർ. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? മൈനസ് പി ബൈ 1. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ അല്ലേ? അതായത് പി. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? മൈനസ് പി മൈനസ് ക്യൂ അല്ലേ? ഇനി ആൽഫ പ്ലസ് 1 ഇൻറ്റു ബീറ്റ പ്ലസ് 1 ഇതിനെ എങ്ങനെ എഴുതാം നോക്കൂ. ഇതിനെ ആൽഫ ബീറ്റ പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ? ആൽഫ ബീറ്റ നമുക്കറിയാം ഇവിടുന്ന് മൈനസ് പി മൈനസ് ക്യൂ ആണെന്ന്. പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ എന്തായി? പി ആയി. പ്ലസ് 1, ഈ പി ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ വരിക? 1 മൈനസ് ക്യൂ എന്നുള്ളതാണ് ആൻസർ വരിക. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.